വളരെ അപകടകരമായ ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെൻറ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ, അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല. ഇത് ലഭ്യമായൊരു വിവരമാണ്. അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറുണ്ട്. അപ്പോൾ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാസിയർ, അംഗീകൃത മാസിയർ ഉണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം. ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ക്രോസ് മെസ്സാജിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു കാരണവശാലും ക്രോസ് മെസ്സാജിങ് അനുവദിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അനുവദിക്കില്ല. ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും, പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന നടത്തും. അത് ഒരു വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഞാൻ പറയാമല്ലോ, നമുക്കറിയാമല്ലോ, എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ സഹായിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പെരുമാറാൻ സാധിക്കുമോ? ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകിൽ പല വളരെ കുപ്രസിദ്ധരായ ഗുണ്ടകളുമാണ്. തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതിന് തന്നെയാണ് ഞങ്ങൾ മുതിരുന്നത്. അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ പേർ അവർക്കുണ്ടാവുമല്ലോ. ഒരുമിച്ച് പോകുമ്പോൾ നോക്കുമ്പോൾ അതിനതിൻ്റെതായ എടുക്കേണ്ട തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. ഉണ്ടാവും. അല്ല, ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം. ക്രോസ് മസാജിങ് പാടില്ല. അവിടെ അംഗീകൃത മാസിയർ ഉണ്ടാവണം, അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാകണം. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തൊരു 15 ക്യൂബിക്കിൾ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെയൊക്കെ പൊളിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് സെക്രട്ടറിയുമായും ഹെൽത്ത് ഓഫീസറുമായിട്ടൊക്കെ സംസാരിക്കേണ്ടതായിട്ട്.